യാത്രയുടെ ഒരു ഘട്ടത്തിലും യാത്രക്കാർക്ക് ഒരു കുലുക്കവും അനുഭവപ്പെടാതെ സുഖയാത്ര പ്രദാനം ചെയ്യുന്ന അമൃത് ഭാരത് ട്രെയിനുകൾ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെടുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ 2 അമൃത് ഭാരത് ട്രെയിനുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്ര നഗരമായ അയോധ്യയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. കുലുക്കമില്ലാത്ത യാത്ര പ്രദാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ് ഈ ട്രെയിനുകളിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നതാണ് പ്രത്യേകത. ഇതിനായി സെമി പെർമനന്റ് കംപ്ലർ ആണ് ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 22 കോച്ചുകളാണുള്ളത്. 12 കോച്ചുകൾ നോൺ എ സി സ്ലീപ്പർ ക്ലാസ്, 8 ജനറൽ അൺറിസർവ്ഡ് ക്ലാസ്, 2 ലഗേജ് കോച്ചുകൾ എന്നിങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കോച്ചുകൾക്കിടയിൽ സുരക്ഷിതമായി സഞ്ചരിക്കാനും ശബ്ദവും വൈബ്രേഷനും കുറയ്ക്കുന്നതിനും കോച്ചുകൾക്ക് സീൽ ചെയ്ത ഗാങ് വേ ഉണ്ട്. ട്രെയിനിനുള്ളിലെ CCTV ക്യാമറകൾ, ബയോവാക്യൂം ടോയ്ലറ്റുകൾ, സെൻസർ അധിഷ്ഠിത വാട്ടർ ടാപ്പുകൾ, പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം, ഇലക്ട്രിക് ഔട്ട്ലെറ്റുകൾ, LED ലൈറ്റുകൾ, ഫാനുകൾ, സ്വിച്ചുകൾ എന്നിവയും ആധുനിക ഡിസൈനിലുള്ളവയാണ്. ഓരോ സീറ്റിനും മൊബൈൽ ചാർജിംഗ് പോയിന്റും നൽകിയിട്ടുണ്ട്. 800 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുള്ള ഇന്ത്യൻ മഹാനഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായാണ് അമൃത് ഭാരത് ട്രെയിനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബീഹാറിലെ ദർഭംഗയ്ക്കും ഡൽഹിയിലെ ആനന്ദ് വിഹാറിനും ഇടയിലാണ് ആദ്യത്തെ അമൃത് ഭാരത് ട്രെയിൻ സർവീസ് തുടങ്ങുക. ആഴ്ചയിൽ 2 ദിവസം സർവീസ് നടത്തുന്ന ട്രെയിനുകളിലൊന്ന് 21 മണിക്കൂർ 35 മിനിറ്റ് കൊണ്ട് യാത്ര പൂർത്തിയാക്കും. രണ്ടാമത്തെ ട്രെയിനാകട്ടെ ബംഗാളിലെ മാൾഡ ടൗൺ, ബംഗളൂരുവിലെ സർ എം വിശ്വേശ്വരയ്യ ടെർമിനൽസ് എന്നീ സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കും. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഓടുന്ന ഈ ട്രെയിൻ 42 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ടാണ് ലക്ഷ്യത്തിലെത്തുക. ഇന്ത്യൻ റെയിൽവേയുടെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സർവീസിനാണ് അമൃത് ഭാരത് എക്സ്പ്രസിലൂടെ തുടക്കമാകുന്നത്. ഇത് ഒരു നോൺ എ സി സ്ലീപ്പർ കം അൺറിസർവ്ഡ് ക്ലാസ് സേവനമാണ്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ദൂരത്തേക്ക് സർവീസ് നടത്തുന്നതിനായാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പരമാവധി 130 കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിനുകൾ സഞ്ചരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്കോമോട്ടീവ് നിർമ്മാണ യൂണിറ്റുകളിൽ ഒന്നായ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ആണ് ട്രെയിനുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.